കുട്ടിക്കാലത്ത് ആരെങ്കിലും നമ്മളെ നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടിയെന്ന് പറഞ്ഞ സന്തോഷിക്കരുത്. ഒരു ട്രാപ്പാ അത്. ജീവിതം മുഴുവൻ ചിറകൊതുക്കിയിരിക്കാനുള്ള പ്രോത്സാഹനം. ചിറകൊതുക്കിയിരുന്ന പിന്നെ എങ്ങനെ പറക്കും? സ്വാതന്ത്ര്യമില്ലായ്മയിലും പൊരുത്തപ്പെടുന്നവരോട്. കൂട്ടിലടയ്ക്കപ്പെട്ട കിളി വളരെ അസ്വസ്ഥയായിരുന്നു. എല്ലാ ദിവസവും കൂട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തെങ്കിലും മാർഗം കിളി തിരഞ്ഞുകൊണ്ടേയിരുന്നു. ആകാശത്തിന്റെ വിശാലതയിൽ പറന്നു നടന്ന കിളിക്ക് കൂടിന്റെ അസ്വാതന്ത്ര്യങ്ങളെ പൊരുത്തപ്പെടാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. എങ്കിലും കൂടിന്റെ ഉടമസ്ഥനായ അദ്ദേഹം എല്ലാ ദിവസവും പാലും പഴവും മറ്റു ഭോജ്യങ്ങളും നൽകി കിളിയെ പരിപാലിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കിളിയെ കൂട്ടിൽ നിന്ന് പുറത്തു കടക്കാതിരിക്കാൻ തക്കവണ്ണം എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാമോ അതെല്ലാം അദ്ദേഹം സ്വീകരിച്ചു. ഒടുവിൽ പരിശ്രമിച്ച് കിളി ആകെ മടുത്തുപോയി. കിളിക്ക് കൂട്ടിൽ നിന്നും പുറത്തു കടക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന ചിന്തയിലേക്ക് കിളി എത്തുകയും അവസാനം കൂടിനോട് പൊരുത്തപ്പെട്ട് കൂടിന്റെ അസ്വാതന്ത്ര്യങ്ങളോട് പൊരുത്തപ്പെട്ട് കിളി തന്റെ ശിഷ്ടകാലം ജീവിക്കുകയും ചെയ്തു. എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും നാമും ഇങ്ങനെയല്ലേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് സ്വാതന്ത്ര്യമില്ലായ്മയോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ് പതിവ്. പ്രത്യേകിച്ച് വിവാഹിതരായ സ്ത്രീകൾ. ഒരുപാട് സ്വപ്നങ്ങളും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമുള്ള സ്ത്രീകൾ പലപ്പോഴും തങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് കൂട്ടിലടയ്ക്കപ്പെട്ട കിളികളെ പോലെ എല്ലാം നഷ്ടപ്പെട്ടവരായി എന്തിനോടൊക്കെയോ പൊരുത്തപ്പെട്ടു എന്ന് സ്വയം ഭാവിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത മനസ്സുമായി ആയിരിക്കാം പലരും ജീവിക്കുന്നത്. നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ നൽകി ആളുകൾ നമ്മെ വശത്താക്കുമ്പോൾ നമ്മുടെ ജീവിതം അതിലടിമപ്പെടാനാണോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. വിശാലമായ ആകാശത്ത് പറന്നു നടക്കാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായിരുന്നു. ആ മനസ്സ് തിരികെ ചേർത്ത് പിടിച്ച് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പെടാനായി നാം ഓരോരുത്തരും ശ്രമിക്കണം. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും സാധിക്കാനുള്ള അവകാശം ഈ ലോകത്ത് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനും അതിനായി പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് അവസാനം എന്തെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെക്കൊണ്ട് അതിന് സാധിച്ചു എന്ന് നമുക്ക് തോന്നുകയുള്ളൂ. സ്വാതന്ത്ര്യം ഈ ലോകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാനും സാഹചര്യങ്ങളുടെ കൂട്ടിൽ അവയെ അടിച്ചമർത്താതിരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ.